ഭൂകമ്പത്തിൽ മരണം 694 കടന്നു. 1670 പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക അറിയിപ്പ്. രക്ഷാദൌത്യം തുടരുന്നു. സഹായഹസ്തവുമായി ഇന്ത്യ 15 ടൺ അവശ്യ വസ്തുക്കൾ മ്യാൻമറിലേക്ക് അയച്ചു. കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരാതി. രാസമാലിന്യങ്ങളാൽ പൊറുതിമുട്ടി അയ്യൻകുഴിയിലെ ജനങ്ങൾ. കിണറുകളിൽ അടക്കം മാലിന്യം കലർന്നുവെന്നാണ് പരാതി. ദുരിതത്തിലായി 45ഓളം കുടുംബങ്ങൾ. കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ അധ്യാപകന് ഗുരുതര വീഴ്ച. ഉത്തരക്കടലാസുകൾ നഷ്ടമായത് പാലക്കാട് നിന്നും ബൈക്കിൽ വരുമ്പോഴെന്ന അധ്യാപകനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ആലോചന. വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതണമെന്ന് സർവകലാശാല. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതിൽ ഗവർണർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി KSU. കർണാടകയിൽ ഡിജിറ്റൽ അറസ്റ്റ് ഭയന്ന ദമ്പതികൾ ജീവനൊടുക്കിയത് ബലഗാവി സ്വദേശികളായ ഈഗോ സാന്തൻ നസ്രത്തും ഭാര്യയും. സൈബർ തട്ടിപ്പുകാർ ഇവരിൽ നിന്നും 50 ലക്ഷം കവർന്നു. ജീവനൊടുക്കിയത് കടുത്ത മാനസിക സംഘർഷത്തിൽ. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാപ്രവർത്തകരുടെ അപ്പകൽ സമരം 48ാം ദിവസം. നിരാഹാര സമരം 10ാം ദിവസത്തിൽ. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാപ്രവർത്തകർ. പുലിഭീതിയിൽ തൃശൂർ ചാലക്കുടി. കാടുകുറ്റിയിൽ വീട്ടുമുറ്റത്തെത്തിയ പുലി വളർത്തുനായയെ ആക്രമിച്ചു. വീട്ടുകാർ ലൈറ്റിട്ടതോടെ പുലി ഓടിമറഞ്ഞു. IPL-ൽ ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ആദ്യ ജയം തേടി ടീമുകൾ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയോടുള്ള തോൽവിക്ക് പിന്നാലെ പരിശീലകനെ പുറത്താക്കി ബ്രസീൽ. നോറിവൽ ജൂനിയർ ടീമിന്റെ പരിശീലകനായത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ. നോറിവലിനൊപ്പം ടീമിന് നേടാനായത് 16 മത്സരങ്ങളിൽ നിന്ന് 7 വിജയം മാത്രം.